BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നാലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തു പോകുമ്പോൾ പാർട്ടി തന്നോട് ആനുകൂല്യം പാർട്ടി നൽകിയില്ല എന്നും പാർട്ടി തന്നെ പരിഗണിച്ചില്ല എന്നുമാണ് പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ EP ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയിലാണ് ഈ വിമർശനമുള്ളത്. ഇപ്പോൾ എന്തായാലും EP ജയരാജന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ വളരെ ദുർബലം എന്ന ഒരു വിമർശനം കൂടി EP ജയരാജൻ തൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പുസ്തകത്തിന് അന്തിമാനുമതി നൽകിയിട്ടില്ല എന്ന് EP ജയരാജൻ പറയുമ്പോൾ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പുറത്തു വരുമ്പോൾ EP വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തായതിനു ശേഷം EP ജയരാജനെ പാർട്ടിക്കൊപ്പം കൂട്ടാനും അനുനയിപ്പിക്കാനും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുൻകൈ എടുത്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ EP ജയരാജനെ അങ്ങനെ കാര്യമായി കാണുകയുണ്ടായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി മുൻ LDF കൺവീനറെ അനുനയിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. EP ജയരാജൻ രാഷ്ട്രീയമായി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാം വിശദമായി എഴുതുമെന്നും ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്നും നേരത്തെ EP ജയരാജൻ പറഞ്ഞിരുന്നു. വിനീത, ഇപ്പോൾ EP ജയരാജന്റെ ആത്മകഥയിൽ ചുരുങ്ങിയത് 6-7 വിഷയങ്ങളിലുള്ള വിവാദ പരാമർശങ്ങളാണ് ഉള്ളത്. ഒന്ന്, LDF കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ പാർട്ടി നീക്കിയത് പാർട്ടി തന്നോട് കരുണ കാണിച്ചില്ല, പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നൊരു വിമർശനം ഉന്നയിക്കുന്നു. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി പത്രം നടത്തിക്കൊണ്ടു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ സാമ്പത്തിക പരാധീനതയിലേക്ക് പോയപ്പോഴാണ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പരസ്യം വാങ്ങാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. പ്രകാശ് ജാവദേക്കർ തന്നെ വന്ന് കണ്ട കാര്യം നേരത്തെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. അതേസമയം VS അച്യുതാനന്ദൻ ദേശാഭിമാനി വിഷയത്തിൽ തനിക്കെതിരെ സാന്റിയാഗോ മാർട്ടിന്റെ പരസ്യം സ്വീകരിച്ചത് ആയുധമാക്കി എന്ന് പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ വളരെ ദുർബലമാണ് എന്ന വിമർശനം ഉയർത്തുന്നു. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന P സരീനെ കുറിച്ചും അവസരവാദി എന്ന് തന്നെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് EP ജയരാജൻ വിമർശിക്കുന്നു എന്നാണ് പുസ്തകത്തിലുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിർണായകമായ ചേലക്കരയിലെ പോരാട്ടം നടക്കുന്ന ദിവസം തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പുറത്തു വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് EP ജയരാജൻ, അല്ലേ? അരുൺകുമാർ, അതിന്റെ PDF രൂപം ഇപ്പോൾ നമുക്കും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമുക്ക് EP ജയരാജൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച ഉൾപ്പെടെ ഓരോ നേതാക്കളുമായുള്ള ബന്ധം, ഫോട്ടോയൊക്കെ പിണറായി വിജയന് ഒപ്പമുള്ള പഴയകാലത്തെ ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം വരുന്നത്. MV രാഘവനെ കൃത്യമായി ഓർമ്മിച്ചെടുക്കുന്നുണ്ട്, അടിയന്തരാവസ്ഥ കാലം ഓർമ്മിച്ചെടുക്കുന്നുണ്ട്, പള്ളിക്കര വെടിവയ്പ്, കുറ്റിവല പ്രശ്നം, അങ്ങനെ പാർട്ടിയെ ഓരോ ഘട്ടത്തിലും ഉള്ള കാര്യങ്ങൾ, EK നായനാരോടൊപ്പമുള്ള ചിത്രം, ബുദ്ധദേവ് ഭട്ടാചാര്യയോടൊപ്പമുള്ള ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട് EP ഓരോ ഘട്ടമായി വിശദീകരിക്കുന്നു. അതിൽ CMP രൂപീകരണവും കണ്ണൂരിലെ പാർട്ടിയും, അന്ന് MV രാഘവൻ പാർട്ടി വിട്ടതിൽ പിന്നാലെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നു. കണ്ണൂരിലെ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ചും അന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും, പോലീസ് ഭീകരത, കൂത്തുപറമ്പ് വെടിവെപ്പ്, അങ്ങനെ പല കാര്യങ്ങളെ ഒക്കെ തന്നെ അദ്ദേഹം വിഷയമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് വിശദീകരിക്കുന്നത്. വിസ്മയ പാർക്കിൽ നിന്നും കണ്ടൽ പാർക്കിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. കോടിയേരി ബാലകൃഷ്ണനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാപ്പിനിശ്ശേരി കണ്ടൽ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിവാദങ്ങൾക്ക് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. വിപുലമായ കണ്ടൽ പാർക്ക് വരണമെന്ന നിലപാടെടുത്തു, അന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പരിസ്ഥിതിയെ സംരക്ഷിച്ചുള്ള വികസന പ്രവർത്തനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് വിവാദമായി. എല്ലാം വിവാദത്തിലെത്തിക്കുക എന്നതിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് വൈദേകം റിസോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവാദങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത്. റിസോർട്ട് എന്ന മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നത് ഒരു ആയുർവേദ സ്ഥാപനമാണ്. അതിലേക്ക് വരും മുൻപ് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ മരണത്തെ കണ്ട നിമിഷങ്ങളെക്കുറിച്ച് മുഖാമുഖം പറയാം എന്ന് പറഞ്ഞ് അന്ന് തനിക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ച് പറയുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ സ്വാഭാവികമായും രൂക്ഷമായ വിമർശനം അതിൽ ഉയർത്തുന്നുണ്ട്. അന്നത്തെ ആക്രമണ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബോംബാക്രമണങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഓരോ ഘട്ടങ്ങളിലും താൻ നേരിട്ട പ്രതിസന്ധികളൊക്കെ തന്നെ വിശദമാക്കിക്കൊണ്ട് തന്നെയാണ് EP ജയരാജൻ ഇത് പറയുന്നത്. വിഭാഗീയത
കാലത്തെക്കുറിച്ചൊക്കെ തന്നെയും അദ്ദേഹം പറയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ദേശാഭിമാനിയും സാന്റിയാഗോ മാർട്ടിനുമായും ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം വിശദീകരണം നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടങ്ങളിലെല്ലാം, അതായത് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പണം വാങ്ങുന്നത് അല്ലെങ്കിൽ പരസ്യം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയതിന് ശേഷമാണ് തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത്. പലരെയും സമീപിച്ച കൂട്ടത്തിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയുമായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത്. ദേശാഭിമാനിക്ക് മാത്രമല്ല മറ്റു പത്രങ്ങൾക്കും സാന്റിയാഗോ മാർട്ടിൻ വൻതോതിൽ പരസ്യം നൽകിയിരുന്നു. ദേശാഭിമാനിക്കും തുടർച്ചയായി പരസ്യം കിട്ടിയിരിക്കുന്നു. അങ്ങനെയായിരിക്കാം നേരത്തെ ആലോചിച്ച പ്രകാരം വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ലോട്ടറി നടത്തിപ്പ് ചുമതലയുള്ള മാർക്കറ്റിംഗ് വിഭാഗവുമായി ചർച്ച നടത്തിയത് ആയിരിക്കാം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ്. ഞാനുമായി ചർച്ച നടത്തിയല്ല അവർ ഓരോ സ്ഥാപനത്തെയും സമീപിച്ചത്. മാർട്ടിന്റെ കമ്പനി അങ്ങനെ പരസ്യം നൽകുന്നതിന് മുൻകൂർ തുകയായി 2 കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു. അതായത് അതിൽ നേരിട്ടുള്ള ചർച്ചകളിൽ താൻ പങ്കെടുത്തിട്ടില്ല. ഇത്തരത്തിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗമാണ് ചർച്ച നടത്തിയത്. മാർട്ടിനുമായി ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല. വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു പരസ്യദാതാവിൽ നിന്നും മുൻകൂർ കാശ് വാങ്ങിയത് ബോണ്ട് വിവാദമാക്കുകയാണ്. അങ്ങനെ ലോട്ടറി രാജാവുമായുള്ള അവിശുദ്ധ ബന്ധമാക്കി അതിനെ മാറ്റി. പാർട്ടിയിലെ വിഭാഗീയത ഇത്തരം കാൽപ്പനിക സൃഷ്ടികൾക്ക് ആക്കം കൂട്ടി. മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇത് ആയുധമാക്കി ഉപയോഗിച്ചു. അന്ന് VS മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അതായത് പാർട്ടിയിലെ വിഭാഗീയത കാലത്ത് സാന്റിയാഗോ മാർട്ടിൻ വിവാദം VS അച്യുതാനന്ദൻ ആയുധമാക്കി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് EP ജയരാജൻ പറയുന്നത്. എനിക്കെതിരെയാണെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിനെതിരായ VSന്റെ ഒളിയാക്രമണം. അതായത് VS അച്യുതാനന്ദനെ എതിരെ കൂടി വിമർശനം ഉന്നയിക്കുകയാണ് EP ജയരാജൻ. കേന്ദ്ര നേതൃത്വം ആ സമയത്ത് തീർത്തും ദുർബലമായ സാഹചര്യമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വിദ്വാൻ കേന്ദ്ര നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയ കാലമാണ്. അങ്ങനെ നുണ കൂടി ശക്തമായി. ഇതോടെ കേന്ദ്ര നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്തു. വസ്തുനിഷ്ഠമായി കേന്ദ്ര നേതൃത്വം ഇതിനെ കാണാതെ മാധ്യമങ്ങളുടെ പിറകെ പോയി. അതായത് ഈ വിഷയത്തിൽ CPMന്റെ കേന്ദ്ര നേതൃത്വത്തെയും VS അച്യുതാനന്ദനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് EP ജയരാജൻ ഈ ആത്മകഥയിൽ. അങ്ങനെ നീണ്ട ചർച്ചകൾക്ക് ശേഷം പാർട്ടി ശരിയായ നിലയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് വീണ്ടും ജനറൽ മാനേജറായി ചുമതലയേൽക്കുകയായിരുന്നു. അങ്ങനെ വിവാദം തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര നേതൃത്വത്തെയും ഒപ്പം ദേശാഭിമാനി ആ കാലത്ത് അതിനെ ആയുധമാക്കിയ VS അച്യുതാനന്ദനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ ഇതിലൊരു വിശദീകരണം എന്ന മട്ടിലാണ്. അതായത് അന്നത്തെ വിവാദങ്ങളെല്ലാം തുറന്നെഴുതുകയാണ് EP ജയരാജൻ എന്നതാണ് അരുൺ